നമസ്കാരം, ടീച്ചറമ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കനകച്ചിലങ്ക എന്ന പാഠഭാഗമാണ്. ആ പാഠത്തിലെ ആദ്യ പേജിൽ കാണുന്ന PT ഭാസ്കരപ്പണിക്കർ എന്ന കവിയുടെ ജീവചരിത്രക്കുറിപ്പ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് പാഠത്തിലോട്ട് കടക്കാം. ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ എന്തെല്ലാമാണ് കാണുന്നത്? മുത്തുകുട പിടിച്ച കുട്ടികൾ അല്ലേ? ചെണ്ട കൊട്ടുന്നവർ, മദ്ദളം കൊട്ടുന്നവർ, ചെണ്ട കൊട്ടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ചിത്രത്തിൽ ഒരു ബാനർ കാണുന്നുണ്ട് അല്ലേ? അത് 2 കുട്ടികൾ പിടിച്ചിട്ടുണ്ട്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. എൻ്റെ മലയാളം എന്ന് ആ ബാനറിൽ എഴുതിയിട്ടുമുണ്ട്. പിന്നെ നോക്കൂ, ആ മരത്തിൽ പക്ഷികളുണ്ട്, അതായത് കിളികളുണ്ട്. പിന്നെ അക്ഷരങ്ങളുണ്ട് അല്ലേ? അപ്പോൾ അതൊരു അക്ഷരമരമാണ്. കണ്ടോ? വ, ക, ന എന്നീ അക്ഷരങ്ങളും കാണുന്നുണ്ട്. പിന്നെ കൊമ്പ് എന്ന് പറയുന്ന ഒരു സുഷിരവാദ്യമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആളുടെ കയ്യിലുള്ളത്. കണ്ടോ മക്കളിത് കണ്ടിട്ടുണ്ടോ? ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ പേരാണ് കൊമ്പ്. ഇനി അടുത്ത പേജിലോട്ട് പോകാം. മക്കളിപ്പോഴും ടെക്സ്റ്റ് ബുക്ക് എടുത്തിരിക്കൂ കേട്ടോ. എന്നിട്ട് ടീച്ചർ പറയുന്നത് കേൾക്കും. കാക്കിരി പൂക്കിരി രാമകൃഷ്ണൻ കുമരനെല്ലൂർ എഴുതിയ കവിതയാണ്. ഒരു നാടൻ പാട്ട് പോലെ നമുക്ക് ഈണത്തിൽ ചൊല്ലാൻ സാധിക്കും. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്, കാക്കിരിപ്പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരിപ്പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു, കാക്കിരിപ്പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു, കാക്കിരിപ്പൂക്കിരി 4-5 നിലത്തു വീഴുന്നു, കാക്കിരിപ്പൂക്കിരി തേൻ തുള്ളികളി നാവിനു സമ്മാനം. നമുക്കിനി ഇതിൽ പറഞ്ഞ പ്രവർത്തനങ്ങൾ നോക്കാം. താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലി നോക്കാനാണ് പറഞ്ഞത്. നമ്മളത് ചൊല്ലി. ഇനി കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ, ആ വാക്കുകൾ ഏതെല്ലാമാണ്? കാക്കിരി പൂക്കിരി. ഇതുപോലെ നാം ധാരാളം വാക്കുകൾ പ്രയോഗിക്കാറുണ്ട്. അവിടെ ഇവിടെ, ചറപറ, കറുമുറേ, കലപ്പില, ഇങ്ങനെ തക്കിട തരികിട, ഇതുപോലുള്ള വാക്കുകൾ. അതൊരു ആ കവിതയ്ക്ക് അല്ലെങ്കിൽ പറയുന്നതിന് നമ്മൾ പ്രയോഗിക്കുമ്പോൾ പെട്ടെന്ന് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനും കവിതയ്ക്ക് ഈണം കിട്ടാനുമായിട്ടാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ കവിതകളിൽ പ്രയോഗിക്കുന്നത്, നാടൻ പാട്ടുകളിലൊക്കെ പ്രയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ കവിത ഇതെഴുതിയ രാമകൃഷ്ണൻ കുമരനെല്ലൂരിനെ കുറിച്ച് പഠിക്കാം. അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര കുറിപ്പെഴുതാൻ ഇത് സഹായകമാകും കേട്ടോ. 1969 മെയ് 15 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ കുമരനെല്ലൂർ ആണ് ജനിച്ചത്. അദ്ദേഹം യുറീക്ക ദ്വൈവാരികയുടെ പത്രാധിപരായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കഥാ കവിത പുരസ്കാരം, ലേബർ ഇന്ത്യയുടെ പുരസ്കാരം, NCERTയുടെ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃതികൾ ഈച്ചയും പൂച്ചയും, തൂവൽ, കൊക്കരക്കോ, സ്നേഹപ്പൂവ്, മുത്തശ്ശി കഥകൾ, കൊച്ചു രാജകുമാരൻ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. അദ്ദേഹം പൊന്നാനി IV ഹൈസ്കൂളിൽ ആണ് ജോലി ചെയ്തിരുന്നത്. Thank you so much.